ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. മുരിങ്ങയ്ക്ക ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സൈസ് മുരിങ്ങയ്ക്കായാണ്. ഇതിനായിട്ട് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ടായിട്ട് കീറിയിട്ട് നമുക്കതിൻ്റെ മാതളമായ ഭാഗം നമുക്കൊന്ന് ചെത്തിയെടുക്കാം. മുരിങ്ങയ്ക്കായിൽ ധാരാളമായി അടങ്ങിയ വൈറ്റമിൻ സി പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിനും ചുമ, പനി, ജലദോഷം ഇവയെല്ലാം അകറ്റി നിർത്തുന്നതിനും ഇതിന് പ്രത്യേക ഒരു കഴിവുണ്ട്. ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റിബയോട്ടിക് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ തൊണ്ടയിലും ചർമ്മത്തിലും ഉണ്ടാകുന്ന അണുബാധ തടയാൻ വളരെയധികം സഹായിക്കും. എല്ലുകളെ ബലപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള കാൽസ്യം, ഇരുമ്പ്, മറ്റ് ജീവങ്ങളെല്ലാം ധാരാളമായി അടങ്ങിയ ഒന്നാണ് ഈ മുരിങ്ങയ്ക്കായ. മുരിങ്ങയ്ക്ക പതിവായി ഉപയോഗിക്കുന്നത് ദഹന പ്രശ്നങ്ങളെ അകറ്റുന്നതിനും അന്നജം, മാംസ്യം, കൊഴുപ്പുകൾ ഇവയെ വിഘടിപ്പിച്ച് ലഘുരൂപത്തിലാക്കുന്ന പ്രക്രിയയെ ഈ മുരിങ്ങയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകങ്ങൾ വളരെയധികം സഹായിക്കുന്നു. കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും മുരിങ്ങയ്ക്കായിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകൾ വളരെയധികം സഹായിക്കുന്നു. അതുമാത്രമല്ല, ഗർഭിണികളുടെ ആരോഗ്യത്തിനും രക്തം ശുദ്ധീകരിക്കാനും വളരെയധികം നല്ലതാണ് മുരിങ്ങയ്ക്ക. ഇനി ഈ മുരിങ്ങയ്ക്ക ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഈ മുരിങ്ങയ്ക്കൊപ്പം എന്തൊക്കെ വേണമെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് മുരിങ്ങയ്ക്കയുടെ മാതളമായ ഭാഗമെല്ലാം നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് തേങ്ങ, എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 7-8 അല്ലി ചെറിയ ഉള്ളി, പിന്നെ 2 കതുപ്പ് കറിവേപ്പില. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തിയായ ന്യൂട്രീഷ്യസ് ആയ മുരിങ്ങയ്ക്ക ചമ്മന്തി ഇവിടെ തയ്യാറായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെയും ബൈ. താങ്ക് യു.